ഒന്നര മാസക്കാലത്തെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ശേഷം വോട്ടെടുപ്പ് നടക്കുകയും വീണ്ടും ഒരു മാസക്കാലം ആ ചെയ്ത വോട്ടിൻ്റെ ഫലപ്രഖ്യാപനത്തിനായി കാത്തിരിക്കേണ്ട ഗതികേടിലുമാണ് നാം മലയാളികൾ. വിവിധ ഘട്ടങ്ങളിലായി ഇന്ത്യയിൽ നടക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ ഫലപ്രഖ്യാപനം ജൂൺ 4-നാണ് നടക്കുന്നതിനാൽ അതിനു മുമ്പായി തിരഞ്ഞെടുപ്പ് നടന്ന ഇടങ്ങളിലെ ഓരോ മുന്നണിയിലെയും ഓരോ പാർട്ടികളുടെയും ആ ന്യൂനതകളെക്കുറിച്ചും പ്രവർത്തന മികവും അതിനോടൊപ്പം വൈകല്യങ്ങളെയും ആരോപണങ്ങളും പ്രത്യാപരണങ്ങളൊക്കെ ഇതിനുള്ളിൽ നടക്കും. വടകരയിലെ ശൈലജ ടീച്ചർ, അതേപോലെ ഷാഫി പറമ്പിലെ അവർ തമ്മിലുള്ള പോരും, ദല്ലാൽ നന്ദകുമാറിനെ മുൻനിർത്തിയിട്ടുള്ള പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആൻ്റണിയുടെയും ആലപ്പുഴയിലെ ശോഭാ സുരേന്ദ്രനെയും അവസാന ലാപ്പിൽ ഉയർന്നു വന്ന ഇടത് കൺവീനർ ജയരാജിൻ്റെ ആ BJP നേതാവ് ജാവദേക്കറുമായിട്ടുള്ള രഹസ്യ കൂടിക്കാഴ്ചയുടെ വിവരങ്ങളൊക്കെ അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയാൽ കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിലൊന്നും തന്നെ അങ്ങനെ കാര്യമായിട്ടുള്ള ആരോപണങ്ങളും പ്രത്യാപരണങ്ങളും ഉയർന്നു വന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലമാണ് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലം. UDFിൽ നിന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ശ്രീ ഫ്രാൻസിസ് ജോർജും LDFിൽ നിന്ന് മാണി കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ തോമസ് ചാഴിക്കാടനും NDAയിൽ നിന്ന് ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയും മത്സരിച്ചതിനാൽ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലം ഒരു ഘടകകക്ഷി പോരാട്ടത്തിൻ്റെ കർമ്മഭൂമിയായി മാറുകയായിരുന്നു. വളരുംതോറും പിളരും, പിളരുംതോറും വളരുമെന്നൊക്കെ പറഞ്ഞ നിരന്തരമായി കലഹിച്ച് നടന്ന് കാലുമാറ്റം ഒരു ജീവിതചര്യയാക്കി മാറ്റിയ കേരള കോൺഗ്രസ്സുകാരെ യഥാർത്ഥത്തിൽ കോട്ടയത്തെ വോട്ടർമാർ വെറുത്തിരിക്കുന്നു എന്നതാണ് അവിടുത്തെ വോട്ട് ചെയ്ത ആ ശതമാനക്കണക്ക് സൂചിപ്പിക്കുന്നത്. വെറും 65% കോട്ടയത്തെ വോട്ട് ചെയ്തവരുടെ കണക്ക്. തിരഞ്ഞെടുപ്പ് നടന്ന ദിവസത്തെ ആ അസഹനീയമായിട്ടുള്ള കടുത്ത ചൂട് ആ സമ്പന്ന വരേണ്യവർഗത്തെ വോട്ട് ചെയ്യുവാൻ പോകുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചെങ്കിലും ഇത്രയും നാൾ ഇടതുപക്ഷത്ത് നിന്നിരുന്ന ഫ്രാൻസിസ് ജോർജ് ഇത്തവണ UDF സ്ഥാനാർത്ഥിയായി വരുമ്പോഴുണ്ടാകുന്ന കോൺഗ്രസ് പാർട്ടിയുടെയും അനൂപ് ജേക്കബ് അടക്കമുള്ളവരുടെയൊക്കെ ആ നിസ്സംഗതയൊക്കെ UDFിനെ നന്നായി ബാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ച് MP ആയി വിജയിച്ച തോമസ് ചാഴിക്കാടൻ ഇത്തവണ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി വന്നപ്പോഴുണ്ടായ ആ വിരോധാഭാസവും CPI അടക്കമുള്ളവരുടെ ആ നിസ്സംഗതയും CPMൻ്റെ വലിയ ഒരു ആവേശമില്ലായ്മയൊക്കെ അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിലാകട്ടെ BJPയുടെ പ്രധാനപ്പെട്ട കേരളത്തിലെ ഘടകകക്ഷിയും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയോടും അതേപോലെ അമിത്ഷായോടുമൊക്കെ ഏറെ അടുപ്പമുള്ള BDJSൻ്റെ നേതാവ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളിക്ക് അദ്ദേഹത്തിന് മത്സരിക്കുവാൻ ഏത് സീറ്റ് എന്നുള്ള ഓഫർ വന്നപ്പോൾ BDJS നേതൃത്വം ചോദിച്ചു വാങ്ങിയൊരു സീറ്റാണ് കോട്ടയം പാർലമെൻറ്റ് സീറ്റ്. കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലുകൾക്ക് ശേഷമാണ് BDJS ആ സീറ്റ് ചോദിച്ചു വാങ്ങിയിട്ടുള്ളത്. പ്രബലമായ അച്ചായന്മാരുടെ ഒരു സങ്കേതമായതിനാലും ഉമ്മൻചാണ്ടിയെപ്പോലുള്ളവർ ദീർഘകാലം ജനപ്രതിനിധിയായിരുന്ന പുതുപ്പള്ളി മണ്ഡലമടക്കമുള്ളതാണ് ഈ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലം എന്നതിനാൽ അതൊരു ക്രൈസ്തവ ഭൂരിപക്ഷ മണ്ഡലമെന്നാണ് ഒരു പൊതുവെയുള്ളൊരു ധാരണ. എന്നാൽ 53% ഹൈന്ദവ വോട്ടർമാരിൽ ഭൂരിപക്ഷവും ഈഴവ വോട്ടുകളാണ്. അതിനോടൊപ്പം തന്നെയുള്ള നായർ കമ്മ്യൂണിറ്റിയുടെ വോട്ടും സമാഹരിക്കുവാൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് അവിടെ സാധിച്ചിട്ടുമുണ്ട്. ശ്രീ സുകുമാരൻ നായരെ പെരുന്നയിൽ പോയി കണ്ടതിന് ശേഷമാണ് തുഷാർ കോട്ടയത്തെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതും. എല്ലാ തിരഞ്ഞെടുപ്പിലും ഇന്ന മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തിരുന്ന പല ക്രൈസ്തവ സഭകളും ഇത്തവണ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാവുന്ന പരസ്യ പ്രസ്താവനയും NDA സ്ഥാനാർത്ഥിക്കൊരു മുതൽക്കൂട്ടായിട്ട് മാറിയിട്ടുണ്ട്. മാത്രമല്ല കേരളത്തിലെ മറ്റ് 19 മണ്ഡലങ്ങളിലും കാഴ്ചവയ്ക്കാതിരുന്ന ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണ പദ്ധതിക്കാണ് NDA കോട്ടയത്തെ തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി ഒരു കാഴ്ചവെച്ചത്. കോട്ടയം നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ആയിരങ്ങൾ പങ്കെടുത്ത ഒരു റോഡ് ഷോയുമായിട്ടാണ് തുഷാറിൻ്റെ കോട്ടയത്തേക്കുള്ള രംഗപ്രവേശനം. പിന്നീട് അങ്ങോട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണ രീതിയാണ്. അത് പോസ്റ്റർ, ഫ്ലക്സ് ബോർഡ്, അതുപോലെ തന്നെ പ്രചരണ വാഹനങ്ങൾ, ഇവയിലെല്ലാം മറ്റാരേക്കാളും ഏറെ മുന്നിൽ നിന്നെങ്കിലും കവലപ്രസംഗങ്ങളും പൊതുയോഗങ്ങളും അത് തീർത്തും ഒഴിവാക്കുകയായിരുന്നു. വിവിധ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പര്യടനം പോലും പ്രസംഗങ്ങൾ ഒഴിവാക്കി വെറും സ്വീകരണങ്ങൾ മാത്രമാക്കി അവിടെ മാറ്റുകയായിരുന്നു.
BJP ദേശീയ അധ്യക്ഷൻ ശ്രീ JP നദ്ദയെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ വാദ്യമേളങ്ങളും കരകാട്ടങ്ങളുമൊക്കെ കൂട്ടിച്ചേർത്ത് വീണ്ടും കോട്ടയം നഗരത്തെ പുളകമണിയിച്ച ഒരു പടുകൂറ്റൻ റോഡ് ഷോയ്ക്കാണ് കോട്ടയംകാർ അവിടെ സാക്ഷ്യം വഹിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ആ കലാശക്കൊട്ടാവട്ടെ മറ്റു രണ്ട് മുന്നണികളും നഗരത്തിൽ അവർ സംഗമിച്ചപ്പോൾ അവിടെ തന്നെയുള്ള തിരുനക്കര മൈതാനം തന്നെ ബുക്ക് ചെയ്ത് ആരെയും അലോസരപ്പെടുത്താതെ പ്രമുഖ ബാൻഡ് ടീമിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു DJ പ്രോഗ്രാം സംഘടിപ്പിക്കുകയായിരുന്നു NDA. പൊതുവെ ആരെപ്പറ്റിയും മോശം പറയാനോ അല്ലെങ്കിൽ ആരോപണങ്ങൾക്കോ പ്രത്യാപനങ്ങൾക്കോ മുതിരാതെയുള്ള വളരെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനമാണ് തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി കോട്ടയത്ത് NDA നടത്തിയിട്ടുള്ളത്. BJPയുടെ ദേശീയ സംഘടനാ സെക്രട്ടറി സന്തോഷ് അടക്കമുള്ളവർ അവിടെ എത്തിയാണ് BJP നേതൃത്വത്തിന് നിർദ്ദേശങ്ങൾ അവിടെ നൽകിയത്. സ്ഥാനാർത്ഥിയായിട്ട് പോലും K. സുരേന്ദ്രൻ തുഷാറിന് വേണ്ടി കോട്ടയത്ത് എത്തിയിരുന്നു. കൂടാതെ കേരളത്തിലെ പല പ്രബലമായിട്ടുള്ള ഹിന്ദു സമുദായവും SNDPയുടെ നേതാവ് കൂടിയായിട്ടുള്ള തുഷാറിന് വേണ്ടി കോട്ടയത്തുള്ള 9 യൂണിയനുകളിലും കുടുംബ യൂണിറ്റുകളിലും ശാഖകളും അവിടെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കോട്ടയത്ത് നടത്തിയിട്ടുണ്ട്. തുഷാറിൻ്റെ ഭാര്യ ആശാ തുഷാർ അങ്ങനെ സ്ത്രീജനങ്ങളെ സമ്പർക്കം ചെയ്യുവാനും തുഷാറിൻ്റെ മാതാവ് പ്രീതി നടേശൻ NDA യോഗങ്ങളിലും അതുപോലെ ശാഖായോഗങ്ങളിലുമൊക്കെ പങ്കെടുത്ത് സജീവ സാന്നിധ്യം അവർ അറിയിച്ചിട്ടുമുണ്ട്. CPM നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും തുഷാർ വെള്ളാപ്പള്ളിയെക്കുറിച്ച് ഒരു മോശം വാക്കോ അവിടെ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. തുടക്കത്തിൽ കല്ലുകടിച്ച PC ജോർജ് പിന്നീട് അദ്ദേഹം വായടക്കുന്നൊരു കാഴ്ചയാണ് കോട്ടയത്ത് നാം കണ്ടത്. മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, തൻ്റെ YouTube ചാനൽ തുടങ്ങിയ കാലം മുതൽ തന്നെ വെള്ളാപ്പള്ളി നടേശനെയും തുഷാർ വെള്ളാപ്പള്ളിയെയും കുറിച്ച് നിരന്തര അധിക്ഷേപം ഉന്നയിച്ചിരുന്ന മറുനാടൻ മലയാളി എന്ന ചാനലും അതിൻ്റെ ഉടമ ഷാജൻ സ്കറിയയും തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് 2-3 ദിവസം മുമ്പ് തുഷാറിനെക്കുറിച്ചും വെള്ളാപ്പള്ളി നടേശനെക്കുറിച്ചും നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ടുള്ള നിരവധി വീഡിയോകൾ ഇവിടെ പുറത്തിറക്കിയതും നാം കണ്ടതാണ്. മാത്രമല്ല തുഷാറിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള 1-2 ദിവസം നീണ്ടു നിൽക്കുന്ന ആ അഭിമുഖവും നമ്മൾ YouTube ചാനലിലൂടെ കാണുകയുണ്ടായി. യഥാർത്ഥത്തിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി മുന്നണികളുടെ ഒരു വ്യത്യാസമില്ലാതെ തന്നെ ഒരു സംഘടിതമായിട്ടുള്ള ഒരു സഹായം ആ കോട്ടയത്ത് നടത്തിയിട്ടുണ്ട് എന്ന് തന്നെ വേണം നാം അനുമാനിക്കാൻ.